റൂമിയുടെ ഒരു കഥയിൽ കുറച്ച് അന്ധന്മാർ ആനയെ വിവരിക്കുന്നുണ്ട്. ആ ഓരോ അന്ധനും ആനയുടെ ഏത് ഭാഗമാണ് തൊട്ടത് അതിനനുസരിച്ചാണ് അവർ ആനയെ പറയുന്നത്. അതുപോലെയാണ് സൂഫിസം. എന്താണ് സൂഫിസം എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി സൂഫിസം എന്ന് പറയുന്നത് പ്രണയമാണ്. രണ്ട് തരത്തിൽ സൂഫിസത്തിൽ പ്രണയമുണ്ട്. അതിൽ ഒന്നിനെ ഇഷ്കെ ഹക്കീക്കി എന്നും ഒന്നിനെ ഇഷ്കെ മജാസി എന്നും പറയുന്നു. ഇഷ്കെ ഹക്കീക്കി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ പ്രണയമാണ്, ദൈവത്തെ പ്രണയിനിയായി കാണലാണ്. ഇഷ്കെ മജാസി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോടുള്ള പ്രണയമാണ്. ഈ രണ്ട് രീതിയിലും നമുക്ക് സൂഫിസത്തിൽ ഇടപെടാൻ പറ്റും. ഉദാഹരണത്തിന്, ദൈവത്തെ സ്നേഹിച്ച് നമുക്ക് മനുഷ്യന്മാരുടെ വേദനകളും യാതനകളും മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്മാരെ സ്നേഹിച്ച് നമുക്ക് ദൈവത്തിലേക്കും എത്താൻ പറ്റും. ഇതിനെ വളരെ ലളിതമായി പറയാൻ ഒരു മാർഗമുള്ളത് മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ട്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുന്നതാണ് എൻ്റെ സ്വർഗം. ഈ കവിതനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഇഷ്കെ മജാസി ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഒരു കാമുകൻ ഒരു കാമുകിയോടോ അല്ലെങ്കിൽ ഒരു കാമുകി ഒരു കാമുകനോടോ പറയുന്നതായിട്ട് കാണാം. അതല്ലെങ്കിൽ ഇഷ്കെ ഹക്കീക്കി ആയിട്ട് കാണാം. ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ആ കവിതനെ നമുക്ക് വായിക്കാൻ പറ്റും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേതു സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുന്നതാണ് എൻ്റെ സ്വർഗം. കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ രണ്ട് സിനിമ എടുക്കാം നമുക്ക്. ഒന്ന് സൂഫിയും സുജാതയും, ഒന്ന് ഉസ്താദ് ഹോട്ടൽ. സൂഫിയും സുജാതയും തമ്മിലുള്ള ഇഷ്കെ മജാസിയാണ്. ഉസ്താദ് ഹോട്ടലിലെ കരീം ക ഇഷ്കെ ഹക്കീക്കിയാണ്. സർവവും ഉപേക്ഷിച്ച് ദൈവത്തെ മാത്രം ധ്യാനിച്ച് എല്ലാം ത്യജിച്ച് കടന്നു പോകുന്ന ഒരാളാണ്. ഇത്രയേ ഉള്ളൂ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.